5 ദിവസം കൊണ്ട് 50 കോടി ക്ലബും കടന്ന് മുന്നേറുന്ന മാർക്കോ സിനിമയുടെ വ്യാജ പതിപ്പ് സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തു. സിനിമയുടെ നിർമ്മാതാവ് മുഹമ്മദ് ഷെരീഫ് നൽകിയ പരാതിയിലാണ് നിയമ നടപടി. ടെലഗ്രാം ഗ്രൂപ്പ് വഴി സിനിമയുടെ വ്യാജ പതിപ്പ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. ഇത് നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തി. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരാതിയിൽ പറയുന്നത്. നേരത്തെ ടൊവിനോ ചിത്രം ARM സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച സംഭവത്തിൽ 3 പേരെ കൊച്ചി സൈബർ പോലീസ് പിടികൂടിയിരുന്നു. ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ നായകനായ ചിത്രം ഡിസംബർ 20-നാണ് തിയേറ്ററുകളിലെത്തിയത്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർക്കോയുടെ പ്രീ സെയിൽ കളക്ഷൻ തന്നെ 1 കോടിക്ക് മേൽ വന്നിരുന്നു. ഇതോടെ ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ആദ്യദിന കളക്ഷൻ നേടുന്ന ചിത്രമായി മാർക്കോ മാറി. മലയാളത്തിന്റെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിലാണ് മാർക്കോ എത്തിയത്. എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമെന്ന പ്രതികരണമാണ് പിന്നീട് നേടിയത്. ഇതോടെ തിയേറ്ററുകളിലേക്ക് ആയിരങ്ങളാണ് സിനിമ കാണാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പ് തുടരവെയാണ് വ്യാജ പതിപ്പ് ഇറങ്ങിയത്. ഈ ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ഒരുക്കിയിട്ടുള്ളത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സിനാണ്. 100 ദിവസം നീണ്ടുനിന്ന ചിത്രീകരണത്തിൽ 60 ദിവസവും ആക്ഷൻ രംഗങ്ങളായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമയും മാർക്കോയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.